കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പുതിയൊരു വർഷത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ നയിക്കുന്നവനായ ദൈവം, ഇടയനായ കർത്താവ് കൂടെയുണ്ട്. ആ വലിയൊരു സുരക്ഷിതത്വം ഹൃദയത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുത്തിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങളെ അത്രയധികമായി അവിടുന്ന് സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ പ്രിയപ്പെട്ട തിരുക്കുമാരനെ ഞങ്ങൾക്കായിട്ട് നൽകുവാൻ തക്ക രീതിയിൽ ഞങ്ങളെ സ്വന്തമായി കരുതി സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ പ്രത്യേകമായി നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി അനുഭവിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് പ്രത്യേകമായി സ്പർശിക്കണമേ. അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിൽ ഒത്തിരി ആകുലതകൾ, ഉത്കണ്ഠകൾ ഉണ്ട്. കർത്താവേ, ഞങ്ങളുടെ മനസ്സിൽ ഒത്തിരി അസ്വസ്ഥതകളുണ്ട്. ഈ മേഖലകളിലേക്കെല്ലാം അങ്ങയുടെ ആത്മാവിനെ അയച്ചുകൊണ്ട് വലിയൊരു ശാന്തത അനുഭവിച്ചറിയുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാവിനാൽ അഭിഷേകം ചെയ്ത് പുതുജീവൻ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് അടയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ത്രിത്വൈക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ് ചൊരിഞ്ഞ കർത്താവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ സ്തോത്രം. കരങ്ങൾ സാവധാനം അല്പം ഉയർത്തി കർത്താവിനെ കണ്ടുകൊണ്ട് ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ സ്വതന്ത്രമായി സ്തുതിച്ച് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവേയും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുവാനായിട്ട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല മോക്ഷവാസികളെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കണ്ണുകൾ തുറന്ന് സന്തോഷത്തോടെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശുവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഒരു പുതിയ വർഷത്തിൻ്റെ പടിവാതിൽക്കൽ നാം എത്തിയിരിക്കുകയാണ്. വി ആർ ഓൺ ദ ത്രഷോൾഡ് ഓഫ് എ ന്യൂ ഇയർ. ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ വാതിൽപ്പടി എന്നാണ് അർത്ഥം. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് വീടുകൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയിരുന്ന വീടിൻ്റെ വാതിലുകൾക്ക് പടിയുണ്ടായിരുന്നു. അതിനാണ് വാതിൽപ്പടി എന്ന് പറയുന്നത്. ആ വാതിൽപ്പടി ചവിട്ടി അല്ലെങ്കിൽ കടന്നാണ് വീടിന് ഉള്ളിലേക്ക് പോകുന്നത്. നമ്മൾ വാതിൽപ്പടിയുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം വീടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, വീടിനുള്ളിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ആകാംക്ഷയുണ്ട്, ഈ വീടിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന് അറിയുവാൻ. ഒരു പുതിയ വർഷത്തിൻ്റെ വാതിൽപ്പടിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതുപോലെയുള്ള ഒരു ആകാംക്ഷയുണ്ട്. ഈ പുതിയ വർഷത്തിൻ്റെ ഉള്ളിൽ എന്തായിരിക്കാം ഉള്ളത്,
എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പുതിയ വർഷത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു ആകുലത, ഉത്കണ്ഠ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവം നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പുതിയ വർഷത്തെക്കുറിച്ച് പ്രത്യാശയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതിയ വർഷത്തെക്കുറിച്ച് പ്രത്യാശയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. എന്താണ് പ്രത്യാശ? അത് ഒരു വൈകാരികമായ അനുഭവമല്ല. നേരെ മറിച്ച് ദൈവം ആരുടെ ഹൃദയത്തിൽ വസിക്കുന്നുവോ ആ മനുഷ്യന് ഉണ്ടാകുന്ന അടിയുറച്ച ഒരു ബോധ്യമാണ് പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ വരുന്ന വർഷം എന്ത് സംഭവിച്ചാലും എനിക്ക് ഭയമില്ല. കാരണം ഈ സംഭവങ്ങളെയൊക്കെ എൻ്റെ നന്മയ്ക്കായിട്ട് മാറ്റുവാൻ സാധിക്കുന്ന സർവശക്തനായ ദൈവം എൻ്റെ ഉള്ളിലുണ്ട് എന്ന ബോധ്യം നൽകുന്ന ചിന്തയാണ് പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തകൻ ഇത് അനുഭവിച്ച് അറിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അദ്ദേഹത്തിൻ്റെ ആ പ്രത്യാശയുടെ പ്രഘോഷണമാണ് 23-ാം സങ്കീർത്തനം. ദൈവം എൻ്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു സാഹചര്യത്തിലും ഭയപ്പെടുകയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ള, യഹോവയെക്കുറിച്ചുള്ള പല പേരുകളും ഈ സങ്കീർത്തനത്തിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം പറയുകയാണ്, ദൈവം എൻ്റെ ഇടയനാണ്. ഇടയൻ നൽകുന്ന ഒരു സംരക്ഷണം നിങ്ങൾക്കറിയാം. ആടുകൾക്ക് ഒന്നും ഭയപ്പെടാനുള്ള കാരണം ഇടയൻ കൂടെയുണ്ട്. അദ്ദേഹം ദൈവത്തെ ഇടയനായിട്ടാണ് കാണുന്നത്. ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, യഹോവ രോഹി. പ്രൈസ് ദി ലോർഡ്. യഹോവ രോഹി, അത് ദൈവത്തിൻ്റെ ഒരു പേരാണ്. ദൈവം ഇടയനാണ്. വീണ്ടും സങ്കീർത്തകൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളുണ്ടാകാം, ദാരിദ്ര്യമുണ്ടാകാം, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകാം, പക്ഷേ ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എല്ലാം കൃത്യസമയത്ത് ആവശ്യത്തിന് നൽകുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ പേരാണ് യഹോവ ഈരെ. പ്രൈസ് ദി ലോർഡ്. ദൈവം തക്ക സമയത്ത് നൽകുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ രോഗമുണ്ടാകാം, പക്ഷേ ഞാൻ ഭയപ്പെടുകയില്ല. കാരണം രോഗത്തെ സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യഹോവ രോഫി. പ്രൈസ് ദി ലോർഡ്. യഹോവ രോഫി എന്ന് പറഞ്ഞാൽ സൗഖ്യപ്പെടുത്തുന്നവനായ ദൈവം എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോൾ വളരെ മരണകരമായൊരു സാഹചര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. എങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ദൈവം അവിടെ എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. യഹോവ ഷമ്മ. യഹോവ ഷമ്മ എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് ദേർ. ദൈവം എൻ്റെ കൂടെ മരണത്തിന്റെ താഴ്വരയിൽ എന്നെ സംരക്ഷിക്കുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ശത്രുക്കൾ എനിക്കെതിരായി പടനീക്കം നടത്തിയാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, എനിക്ക് വേണ്ടി വിജയം നേടിത്തരുവാൻ സാധിക്കുന്ന സർവശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ പേരാണ് യഹോവ നിസ്സി. പ്രൈസ് ദി ലോർഡ്. യഹോവ നിസ്സി എന്ന് പറഞ്ഞാൽ ദൈവമാണ് എൻ്റെ വിജയക്കൊടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ, ദൈവത്തിന്റെ സാന്നിധ്യം ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സങ്കീർത്തകനായ ദാവീദ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 എന്നാൽ പ്രത്യാശ ഇല്ലാതിരുന്ന ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. അത് ഫ്രെഡറിക് നീഷെയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവമില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവമില്ല,
ദൈവം മരിച്ചുവെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് നീഷെ. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവമില്ലാതിരുന്നത് കൊണ്ട് നീഷയുടെ അവസാന കാലം വലിയ മാനസിക വിഭ്രാന്തിയിലാണ് അദ്ദേഹം ചെലവഴിച്ചത്. വലിയ അസ്വസ്ഥനായിട്ടാണ് അദ്ദേഹം മരിച്ചത്. ദൈവത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും പ്രത്യാശ ഉണ്ടാകുവാൻ സാധിക്കുകയില്ല എന്നൊരു വലിയ കാര്യം നീഷെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തെ കൂടാതെ ജീവിക്കുന്ന വ്യക്തിക്ക്, ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും പ്രത്യാശയോടെ ജീവിതത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്ന് നീഷയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞപ്പോൾ നീഷയെ നിങ്ങളൊക്കെ കുറ്റപ്പെടുന്നുണ്ടാകും. അദ്ദേഹം ചെയ്തത് വലിയൊരു തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ദൈവത്തെ ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടവരാണ് എന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നീഷെ മരിച്ചിട്ടില്ല. നീഷെ ഇന്നും ജീവിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നീഷെ ജീവിക്കുന്നുണ്ട്. നമ്മൾ അധരം കൊണ്ട് ദൈവത്തെ ഏറ്റുപറയുന്നു, പക്ഷേ ഹൃദയത്തിൽ നമ്മൾ ദൈവത്തിന് പലപ്പോഴും സ്ഥാനം നൽകുന്നില്ല. പലപ്പോഴും പലതരത്തിലുള്ള ആസക്തികൾക്ക് നമ്മൾ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുന്നു. ചിലർക്കത് മദ്യപാനാസക്തിയായിരിക്കും. എങ്ങനെയാണ് പുതുവർഷം ആഘോഷിക്കുന്നത്? പലരും മദ്യം നന്നായി കഴിച്ചുകൊണ്ട് അതിനോടുള്ള താല്പര്യത്തെ നിയന്ത്രിക്കുവാൻ, കീഴടക്കുവാൻ സാധിക്കാതെ ദൈവത്തിൽ വിശ്വസിക്കുകയും മദ്യം കഴിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. അവർ നീക്ഷയല്ലാതെ പിന്നെ ആരാണ്? ചിലർക്ക് സമ്പത്താണ് ഹൃദയത്തിനൊന്നാം സ്ഥാനം. സമ്പത്തിന് വേണ്ടി ജീവിക്കുന്നു, പണമുണ്ടാക്കണം, സുഖമായിട്ട് ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് ദൈവത്തിന് ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം നൽകുവാൻ സാധിക്കുകയില്ല. ചിലർക്ക് ജീവിത പങ്കാളിയും മക്കളുമാണ് ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം. എന്നെ എൻ്റെ ഭാര്യ നോക്കിക്കൊള്ളും, എന്നെ എൻ്റെ ഭർത്താവ് സംരക്ഷിക്കും, എന്നെ എൻ്റെ മക്കൾ നോക്കിക്കൊള്ളും, അവരിലാണ് പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്. ചിലർക്ക് ജോലിയാണ് അവരുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. എപ്പോഴും തിരക്കാണ്, ജീവിത വ്യഗ്രത, ഒരു കാര്യത്തിനും സമയമില്ല, പ്രാർത്ഥിക്കുവാൻ സമയമില്ല, ധ്യാനിക്കുവാൻ സമയമില്ല, വചനം വായിക്കുവാൻ സമയമില്ല. ഒന്നാം സ്ഥാനം ജോലിക്ക് നൽകുന്നു. പലതരത്തിലുള്ള ആസക്തികൾ മനുഷ്യൻ്റെ ഈ മനസ്സിനെ കലക്കുന്നത് കൊണ്ട്, കലുഷിതമാക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ സാധിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പൗലോസ് പറയുകയാണ്, ആസക്തികളാൽ കലുഷിതമായ മനസ്സാണ് നിന്റെ മനസ്സ്. കലുഷിതം എന്ന് പറഞ്ഞാൽ കലങ്ങിയതാണ്. കലങ്ങിയ വെള്ളത്തിൽ സൂര്യൻ പ്രകാശിച്ചാലും സൂര്യൻ്റെ പ്രകാശം കാണാൻ പറ്റുമോ? സൂര്യൻ്റെ പ്രതിഫലം കാണാൻ പറ്റുമോ? ഇതുപോലെയാണ് ചിലരുടെ മനസ്സ്. ദൈവം പ്രകാശിക്കുന്നുണ്ട്, സൂര്യൻ പ്രകാശിക്കുന്നുണ്ട്, ദൈവം നിന്റെ കൂടെയുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഹൃദയത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നില്ല. കാരണം അവൻ്റെ മനസ്സ്, അവളുടെ മനസ്സ് കലുഷിതമാണ്, കലങ്ങിയതാണ്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നിന്റെ മനസ്സ് തെളിമയുള്ളതായി തീരണം, നിന്റെ മനസ്സ് വിശുദ്ധമായി തീരണം. നിങ്ങൾക്കറിയാം, വളരെ തെളിഞ്ഞ ശാന്തമായൊരു തടാകത്തിലാണ് സൂര്യൻ്റെ പ്രകാശം അല്ലെങ്കിൽ സൂര്യൻ്റെ പ്രതിഫലനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൽ വിശുദ്ധി സൂക്ഷിക്കുവാനായിട്ട് ഈ പുതിയ വർഷത്തിൽ നമ്മൾ തീരുമാനമെടുക്കണമെന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൽ വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് കൂടെ ജീവിതകാലം മുഴുവനും ജീവിച്ചൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. അത് പഴയ നിയമത്തിൽ വിവരിക്കുന്ന, ദിനവൃത്താന്ത പുസ്തകത്തിൽ വിവരിക്കുന്ന ആസ എന്ന വ്യക്തിയാണ്. ആസയുടെ പ്രത്യേകത എന്താണ്? അദ്ദേഹത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം വലിയൊരു സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. ആസയെക്കുറിച്ച് പറയുന്നത്, ആസ ജീവിതകാലം മുഴുവനും ഹൃദയവിശുദ്ധിയുള്ളവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആസ ആരായിരുന്നു?
ഹൃദയവിശുദ്ധിയുള്ളവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് നൽകിയവനായിരുന്നു ആസ. ഈ ആസ ഒരു സാധാരണ മനുഷ്യനൊന്നുമല്ല, യൂദ രാജാവായിരുന്നു ആസ. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് പ്രലോഭനത്തിലേക്ക് നയിക്കുവാൻ സാധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു രാജാവ്. ഇഷ്ടം പോലെ സമ്പത്ത്, ആരെയും ലഹരി പിടിപ്പിക്കുന്ന അധികാരം, സുന്ദരിയായ രാജ്ഞി, എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ആസായ്ക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലായിരുന്നു. ആസായുടെ ഹൃദയത്തിൽ ദൈവത്തിന്, കർത്താവിന് ഒന്നാം സ്ഥാനം നൽകിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആസായുടെ ഭരണവർഷം 10 വർഷം യൂദായിലെങ്ങും വലിയ സമാധാനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം ആസ, യൂദ രാജാവാണ്, യൂദായെ ആക്രമിക്കുവാനായിട്ട് എത്യോപ്യ രാജാവ് വരികയാണ്. യൂദ രാജ്യത്തിന് ആകപ്പാടെ ഉണ്ടായിരുന്നത് 3 ലക്ഷം പടയാളികളാണ്. അതിൻ്റെ 3 ഇരട്ടി സൈനിക ബലമുള്ള 10 ലക്ഷം പടയാളികളുള്ള എത്യോപ്യ രാജാവ് ആസായെ, യൂദ രാജ്യത്തെ ആക്രമിക്കുവാനായിട്ട് വരികയാണ്. ആസ എന്ത് ചെയ്തു? തൻ്റെ ഹൃദയത്തിൽ താൻ ആരാധിക്കുന്ന ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നെ രക്ഷിക്കണമേ, എനിക്ക് വേണ്ടി പോരാടണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 10 ലക്ഷം പടയാളികളിലുള്ള എത്യോപ്യ രാജാവിനെ കീഴടക്കുവാനായിട്ട് ദൈവം ആസായുടെ കരങ്ങൾക്ക് ശക്തി നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൈന്യബലത്തിലല്ല നമ്മൾ പ്രത്യാശ വെക്കേണ്ടത്, സർവശക്തനായ ദൈവത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി ജീവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ കണ്ണുകൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തോടു കൂടെയാണ് ജീവിക്കുന്നത് എങ്കിൽ, നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുന്നുണ്ട് എങ്കിൽ, നിനക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ ദൈവം കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 16-5 പറയുകയാണ്: കർത്താവാണ് എൻ്റെ ഓഹരിയും എൻ്റെ പാനപാത്രവും. പ്രൈസ് ദി ലോർഡ്. ആരാണ് എൻ്റെ ഓഹരി? കർത്താവാണ് എൻ്റെ ഓഹരി. ആരാണ് എൻ്റെ പാനപാത്രം? കർത്താവാണ് എൻ്റെ പാനപാത്രം. അദ്ദേഹം അടുത്ത വാക്യത്തിൽ പറയുന്നു: എൻ്റെ ഭാഗധേയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാവി, എൻ്റെ ഭാഗധേയം, എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു അസ്വസ്ഥതയുമില്ല. കാരണം ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറ്റവും അടുത്ത കാലത്ത് പുറത്തിറക്കിയ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ പേര് ഇവാഞ്ചലി ഗൗദിയും എന്നുള്ളതാണ്. ഇവാഞ്ചലി ഗൗദിയും, അതിൻ്റെ അർത്ഥം ദ ജോയ് ഓഫ് ഗോസ്പൽ എന്നുള്ളതാണ്. സുവിശേഷത്തിൻ്റെ ആനന്ദം. ഈ അപ്പസ്തോലിക പ്രബോധനത്തിൽ പരിശുദ്ധ പിതാവ് പറയുന്ന കാര്യം, സുവിശേഷ ജീവിതം എന്നുള്ളത് ആനന്ദത്തിന്റെ ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ചിന്തയുണ്ട്, സുവിശേഷ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമാണെന്ന്. അങ്ങനെയല്ല, സുവിശേഷ ജീവിതം ആനന്ദത്തിന്റെ ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. ആരാണ് സുവിശേഷം? യേശുവാണ് സുവിശേഷം. യേശുവിനോട് കൂടെയുള്ള ജീവിതം എങ്ങനെയുള്ള ജീവിതമാണ്? ആനന്ദത്തിന്റെ ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് സുവിശേഷം? നിനക്ക് വേണ്ടി ഒരു ദൈവം ജനിച്ചു, നിനക്ക് വേണ്ടി ഒരു ദൈവം മരിച്ചു, നിനക്ക് വേണ്ടി ഒരു ദൈവം ഉയർത്തെഴുന്നേറ്റു, നിന്നെ രക്ഷിക്കുവാൻ ഒരു ദൈവം ലോകത്തിന്റെ അവസാനം വരെ ഈ ഭൂമിയിലുണ്ട്. ഇതാണ് സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിനെ, ആ കർത്താവിനെ
നിന്റെ ഹൃദയത്തിൽ നീ സ്വീകരിച്ച് യേശുവിന് ചേർന്ന രീതിയിൽ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുകയാണ് എങ്കിൽ നിനക്ക് മറ്റൊന്നിനെ കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. ആനന്ദത്തോടെ പ്രത്യാശയോടെ നമുക്ക് ഈ വർഷം മുഴുവനും ജീവിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹാകൃപയാണ്. നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് കർത്താവിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ പുതിയ വർഷത്തിൽ പ്രത്യാശയുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പ്രത്യാശ എന്നുള്ളത് ഹൃദയത്തിൽ ദൈവത്തെ സ്വീകരിച്ച് ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകിയ വ്യക്തിയുടെ ഉറച്ച ബോധ്യമാണ്. ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ആഗ്രഹമുണ്ട് എങ്കിലും പലപ്പോഴും പലതരത്തിലുള്ള ആസക്തികൾക്ക് നമ്മൾ അടിമകളായി പോകും. നമ്മുടെ മനസ്സ് കലങ്ങിയതാണ് എന്ന് ദൈവം അറിയുന്നുണ്ട്. സാരമില്ല, നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് സഹായിക്കുവാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളെ സഹായിക്കുവാനായിട്ട് തൻ്റെ ആത്മാവിനെ അയച്ചുകൊണ്ട് നമ്മെ നവീകരിക്കുവാനായിട്ട് ദൈവം നമ്മുടെ തൊട്ട് അടുത്തുണ്ട്. നവീകരിക്കുന്നവനായ, നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്നവനായ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഹൃദയം തുറന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം നൽകിയിട്ടുള്ള ആസക്തിയെ എടുത്തു മാറ്റിക്കൊണ്ട് പ്രത്യാശയിൽ ജീവിക്കുവാൻ, ആനന്ദത്തിൽ ജീവിക്കുവാൻ, ഓ ദൈവമേ അങ്ങേക്ക് ഒന്നാം സ്ഥാനം നൽകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഹൃദയത്തെ ഒരുക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി തീവ്രമായി ദാഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറയണമേ എന്ന് ഈ നിമിഷം ഓരോ വ്യക്തിയും, നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക, അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ബലഹീനതകളിൽ ശക്തി തരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്, നിന്നെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്, നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നുണ്ട്, നിന്റെ പ്രതികൂലമായ സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ ആത്മാവിനെ കണ്ടുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് പൂർണ്ണമായും ദൈവത്തിൻ്റെ പക്കലേക്ക് നിസ്സഹായ അവസ്ഥയിൽ, ഓ എൻ്റെ ദൈവമേ കടന്നു വരണമേ, എന്നെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനോഭാവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളെയും ഉയർത്തി ഹൃദയത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ശാന്തമായ സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുമ്പിൽ കർത്താവ് ഒത്തിരി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളുടെ ഹൃദയങ്ങളെ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഞങ്ങളുടെ കരങ്ങൾ നീട്ടണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇവരെ നിറയ്ക്കണമേ. കർത്താവേ അങ്ങേക്ക് ഒന്നാം സ്ഥാനം നൽകുവാൻ ഈ മക്കളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി അനുഭവിച്ചറിയുവാൻ കൃപ നൽകണമേ. അവിടുന്ന് ഇടയനാണ് തിരിച്ചറിയുവാൻ കർത്താവെ കൃപ നൽകണമേ. അവിടുന്ന് ഞങ്ങളുടെ വിജയക്കൊടിയാണ്, യഹോവ നിസ്സി എന്ന് തിരിച്ചറിയുവാൻ കൃപ നൽകണമേ. ഒരു കാര്യത്തിലും ഭയപ്പെടാതിരിക്കുവാൻ അങ്ങയുടെ ശക്തി അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. കർത്താവെ മരണത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. കർത്താവെ കൂടെയുണ്ട്, യഹോവ ക്ഷമ, ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യം അങ്ങയുടെ ആത്മാവ് വഴി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ മക്കളെ പൊതിയണമേ, ഇവരുടെ കണ്ണുനീരൊപ്പണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ യഹോവ രോഫി, സൗഖ്യപ്പെടുത്തുന്നതിനായ ദൈവമേ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരുടെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥകളിൽ, സാമ്പത്തിക പ്രയാസങ്ങളിൽ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് യഹോവ ഈരയാണല്ലോ, തക്ക സമയത്ത് നൽകുന്നവനാണല്ലോ. ദൈവമേ ഞങ്ങളെങ്കിൽ ആശ്രയിക്കുന്നു. കർത്താവെ ഞങ്ങളെങ്കിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ദാസരി നിറയണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ.
പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങളുമാ ദാസരിൽ നിറയണമേ. പരിശുദ്ധയമ്മേ, കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഹൃദയ വേദനയോടെ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മക്കളെ പ്രത്യേകമായിട്ട് തൃക്കൺ പാർക്കണം. ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് ഈ വർഷം മുഴുവനും മാത്രമല്ല ജീവിതകാലം മുഴുവനും സങ്കീർത്തകനെ പോലെ ആനന്ദത്തിൽ ജീവിക്കുവാൻ കർത്താവിൻ്റെ ശക്തി ഈ മക്കൾക്ക് ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല മോക്ഷവാസികളെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. Praise the Lord.